ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയും ചന്ദ്രബോസും രോഹിത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ രോഹിത്തിനോട് സുസ്മിതയോട് പറയുകയാണ്, സുസ്മിത എന്നെ ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രബോസ് വന്നിട്ട് ഇവൻ എന്തോ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മരമെട്ട് കേസിൽ ഇവന് ജാമ്യം കിട്ടും അങ്ങനെയൊക്കെയുള്ള പേടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറയും അതൊരു നിസ്സാര കേസാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നും ആക്കണ്ട. അപ്പോൾ പറയും എൻ്റെ പേരിലുള്ള കേസായതുകൊണ്ട് പറയാം അത് നിൻ്റെ പേരിലുള്ള കേസ് നിൻ്റെ അടുത്തുള്ള ആരുടെയെങ്കിലും പേരിലോട്ട് അങ്ങ് ആക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയാം അതൊന്നും പറ്റത്തില്ല. ഇനി ഈ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ വീട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാനാക്കിയത് ആ വീടാണ്. അപ്പോൾ ആ വീടിനോടുള്ളൊരു കൂറൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുസ്മിത പറയുന്നുണ്ട്, ചോറ് ഇവിടെയും കൂറ് അവിടെയാണല്ലോ ഇപ്പോഴും. എന്നിട്ട് പറയുന്നാലും എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആ വീട് ഇപ്പം നിൻ്റെ പേരിലേക്ക് ആക്കി ശരിയാക്കുന്ന രീതിയിൽ ചെയ്തു തരാമെന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. എങ്ങനെയായാലും അവർക്ക് വീട് പോകരുതെന്നുള്ളൊരു കാര്യമൊക്കെ രോഹിത്തിൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് സുസ്മിതയും ചന്ദ്രബോസും പറയുന്നുണ്ട്, ഈ ഉപകാരം ഒന്നും മറന്നേക്കല്ലേ, എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം എന്നുള്ള രീതി പറയുന്നു. അപ്പോഴേക്കും പറയുന്നു, എന്നെ പഴയ ഞാനാക്കി മാറ്റിയ നിങ്ങളാണ്, അതുകൊണ്ട് ആ ഒരു നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊക്കെ രോഹിത്ത് പറയുകയാണ്. അപ്പോഴേക്കും സുസ്മിത പറയുന്നുണ്ട്, സത്യമയുടെ സാമ്രാജ്യമൊക്കെ ഒരുങ്ങി തുടങ്ങിയിരിക്കുകയാണ്, നമുക്കതിന് ദൂരെ എന്നൊരു കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം എന്നൊക്കെയുള്ള രീതി പറയണം. പിന്നീട് കാണിക്കുന്ന കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ വിഷ്ണു പപ്പിയായിട്ട് കുടുംബശ്രീ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും വന്നിറങ്ങിയ ഉടൻ തന്നെ വിഷ്ണു എല്ലായിടത്തും നോക്കുന്നൊക്കെ ഉണ്ട്. ശാലിനിയും സത്യയൊക്കെയാണ് നോക്കുന്നത്. അപ്പോഴേക്കും ശാന്ത മാത്രമേ അവിടെ ഉള്ളൂ. ശാന്ത ഓടി വരുവാണ് ഇവരെ കാണുമ്പോഴേക്കും. അപ്പോഴേക്കും പപ്പി ഓടി ചെന്നിട്ട് പറയും, ശാന്ത ആൻറ്റി എന്നോട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അവരിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വിഷ്ണു എല്ലായിടത്തും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചോദിക്കുകയാണ്, ശാലിനി എന്തി ഇവിടെ ഉള്ളവരെല്ലാം എന്തിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പറയാണ്, സത്യയെ കൂട്ടാൻ വേണ്ടി ശാരദാമ്മ പോയിരിക്കുകയാണ്, പിന്നെ ശാലിനി വരാനായിട്ട് വൈകും, മീറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ താമസിച്ചേ വരത്തുള്ളൂ എന്നൊക്കെ ശാന്ത പറയാം. അപ്പോഴേക്കും വിഷ്ണു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പം ശാലിനി വരാൻ വൈകും, ഇനിയിപ്പോൾ ശാലിനി എവിടെയാണെന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശാന്തയോട് പറയാണ്, പപ്പിമോളെ നോക്കിക്കോണം, മോൾ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോളാം, എനിക്കൊരാളെ കാണാനുണ്ടെന്ന് പറയണം. അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ പപ്പിമോൾ പറയാണ്, വിഷ്ണു വെച്ചാൽ ഞാനിവിടെ ഇരുന്നോളാം, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. വിഷ്ണു അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ശാന്ത വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷ്ണു ആണെങ്കിൽ ഈ പപ്പിയെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ നേരത്ത് പപ്പിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ഭയങ്കര സ്നേഹപ്രകടനം, സ്വന്തം മോളാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട്. പപ്പിയെ കാണണം, ശാലിനിയെ കാണണം, എല്ലാവരും വേണ്ടെന്നുള്ളതുകൊണ്ട് പപ്പിയെ ഇവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ ശാലിനിയെ അന്വേഷിച്ച് പോവുകയാണ് വിഷ്ണു. എന്നിട്ട് വിഷ്ണു അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ശാന്ത പപ്പിക്ക് ചായ വേണമെന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് നേരം മോൾ ഇവിടെ ഇരിക്കും, ഞാൻ കുടുംബശ്രീ ഹോട്ടലിൽ ഇച്ചിരി പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ആൻറ്റി ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശാരദാമ്മ സത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും സത്യം കാണുമ്പോഴേക്കും പപ്പി സത്യം കൂടെ ഭയങ്കര സ്നേഹപ്രകടനം കെട്ടിപ്പിടിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേഗം ചോദിക്കുകയാണ്, പപ്പിമോൾ എങ്ങനെ ഇവിടെ വന്ന് ശാന്തി ചോദിക്കാൻ പറയാം, അത് വിഷ്ണു കൊണ്ട് വിട്ടിട്ട് പോയതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ വിഷ്ണു പപ്പിയും കൊണ്ട് ഇവിടെ വരുന്നല്ലോ, ഈശ്വര ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നാൽ മതി എന്നൊക്കെ ശാരദാമ്മ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങ് മുറിയിലോട്ട് പപ്പിയെ വിളിച്ചുകൊണ്ട് സത്യയും പപ്പിയും കൂടെ അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ശാരദാമ്മ ശാന്തിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്നോട് വല്ലതും പറഞ്ഞു വിഷ്ണു എന്ന് പറയുമ്പോൾ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കടൽത്തീരത്താണ്. കമലിനും വിഷ്ണുവും കൂടെ കടൽത്തീരത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താ ആശാൻ, എന്താ ഒരു വെല്ലായ്മ പോലിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും പറയാം, എന്തെങ്കിലും പ്രശ്നമില്ലാതെ ആശാൻ എന്നെ കാണത്തില്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, ശാലിനി ഞാനായിട്ട് ഇടയ്ക്ക് സംസാരിക്കേണ്ട ഇത് വന്നു, ഞാൻ പറയേണ്ടാത്തതായ കാര്യങ്ങളൊക്കെ ശാലിനിയോട് പറഞ്ഞു, എൻ്റെ നാവ് ഒന്ന് പിഴിച്ചു പോയതാ കമല എന്നൊക്കെ ഉള്ള രീതി വിഷ്ണു ഭയങ്കര വിഷമത്തോടുകൂടി പറയുകയാണ്. ഇപ്പം രണ്ടുപേരും കൂടെ ഇങ്ങനെ ബാക്കിയുള്ളവരെ വിഷമിപ്പിച്ചിങ്ങനെ നടന്നാൽ മതിയല്ലോ, എന്താ പിന്നെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും രാജിക്കത്ത് എഴുതി വെച്ചിട്ട് ശാലിനി അവിടുന്ന് പോയി ഫോൺ പോലും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കമലം പറയും, ഇടത്തേമ്മയെ പോലെ ഒരാൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ അപകടം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും കമല എന്ന് പറഞ്ഞാൽ വിഷ്ണു ഇങ്ങനെ പേടിച്ച് വിളിക്കുകയാണ്. ഒന്നും സംഭവിച്ച് കാണത്തില്ല, നമുക്ക് എന്തായാലും ഏട്ടത്തേമ്മയെ കണ്ടുപിടിക്കാം, നിങ്ങളുടെ ആശാൻ്റെ ഏട്ടത്തേമ്മയുടെ സ്നേഹത്തിന് ഇത് ഒരിക്കലും അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ കമലം പറയുകയാണ്, നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ അന്വേഷിച്ചിങ്ങനെ പോകുകയാണ്. അതിനിടയ്ക്ക് ശാലിനിയെ കാണിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ കളത്തൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്ന മുന്നേ വിഷ്ണു പറഞ്ഞ കാര്യം അമ്മയെക്കുറിച്ച് ഓർത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കടലിനങ്ങോട്ട് പോകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് ആണെങ്കിൽ കമലിനും വിഷ്ണു ആണെങ്കിൽ അവിടെ ഇങ്ങനെ കടൽത്തീരത്തോടെ ജീപ്പ് ഓടിച്ച് ഇങ്ങനെ ശാലിനി തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീടാണ്. അവിടെ ഇങ്ങനെ സത്യാമ്മ വിഷ്ണുവിനെ കുറേ നേരം വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്. വിഷ്ണു ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് വിഷ്ണുവിനെ വിളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കമലിനെ കൂടെ എന്നാൽ വിളിച്ച് നോക്കാൻ കമലിനെ വിളിക്കുന്നു, എന്നിട്ട് കിട്ടുന്നില്ല. അപ്പം ഹോളിനകത്താണ് പൊന്നിയും രാഘവൻ നായരും ശ്യാമ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവൻ വന്നോളൂ എന്നുള്ള രീതിയിൽ രാഘവൻ ഏട്ടൻ പറയുമ്പോഴേക്കും പറയാം, എത്ര വളർന്നാൾ അവൻ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് കമലിനെ മാറിയൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ ആരും കിട്ടുന്നില്ല. അപ്പോഴേക്കും ചോദിക്കുകയാണ്, രോഹിത് എന്ത് ശ്യാമെന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും സത്യം പറയുന്നുണ്ട്, എൻ്റെ ബലം കണ്ട് തുടിക്കുന്നുണ്ട്, എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. രാഘവേട്ടൻ പറയണ ബാക്കിയുള്ളവരെയും കൂടെ
ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് മിണ്ടായിരിക്കുന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നീട് കടൽ തീരത്താണ് കാണിക്കുന്നത്. ശാലിനിയുടെ നെയിം ബോർഡ് ഇങ്ങനെ ഒരു കടലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ തീരത്ത് ഇങ്ങനെ അടിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാലയൊക്കെ വന്ന് അതിൻ്റെ മണ്ടേ കൂടി ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടിയുടെ ബോഡി കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിയുടെ ആ ഒരു കളർ ഡ്രസ്സുമായിട്ട് ചെറിയ സാദൃശ്യമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ശാലിനിയുടെ ആവാൻ സാധ്യതയില്ല, അങ്ങനെ നമുക്ക് അത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പ്രൊമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പ്രൊമോയിൽ കാണാം.